മലയാളത്തിന്റെ പ്രിയ നടനും തിരക്കഥാകൃത്തുമായ ശ്രീനിവാസന് അന്തിമോപചാരം അർപ്പിച്ച് സാംസ്കാരിക കേരളം. എറണാകുളം ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് ശേഷം ഭൗതികദേഹം തൃപ്പൂണിത്തറയിലെ വീട്ടിലെത്തിച്ചിരിക്കുകയാണിപ്പോൾ. മുഖ്യമന്ത്രി പിണറായി വിജയൻ, മമ്മൂട്ടി, മോഹൻലാൽ, സംവിധായകൻ സത്യനന്ദിക്കാട്, സിബി മലയിൽ ഉൾപ്പെടെയുള്ളവർ എറണാകുളം ടൗൺ ഹാളിലെത്തി അന്തിമോപചാരം അർപ്പിച്ചു. നാളെ രാവിലെ 10 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ വീട്ടുവളപ്പിലാണ് സംസ്കാരം. എസ് വിജയകുമാർ ഇപ്പോൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. വിജയകുമാർ, അല്പസമയം മുൻപാണ് ശ്രീനിവാസന്റെ ഭൗതികദേഹം അവിടെ വീട്ടിലെത്തിച്ചത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഉറ്റവർ അദ്ദേഹത്തെ ഒരു നോക്ക് അവസാനമായി കാണുകയാണ്. ആ നാട്ടുകാരൊക്കെ അദ്ദേഹത്തിന് അന്തിമോപചാരം അർപ്പിക്കുന്നതിന് വേണ്ടി അവിടേക്ക് എത്തുന്നുണ്ട്. എന്തൊക്കെയാണ് വിവരങ്ങൾ, വിജയകുമാർ? ഉന്മേഷ്, അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, നടൻ ശ്രീനിവാസൻ്റെ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ, കുടുംബാംഗങ്ങൾ മാത്രമാണ് ഇപ്പോൾ വീട്ടിലുള്ളത്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളും വീട്ടിലുണ്ട്. നാട്ടുകാർ നിരവധി പേര് ഇപ്പോഴും അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി നമ്മൾ നിൽക്കുന്ന കണ്ടനാട്ടെ വീടിന് സമീപത്തേക്ക് എത്തുന്നുണ്ട്. നമുക്കറിയാം, ദൃശ്യങ്ങളിൽ കാണാം, വളരെ ദൂരെ നിന്ന് തന്നെ വലിയ ആൾക്കൂട്ടം ആ വീട്ടിലേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട്. അത് ഇന്ന് രാവിലെ മുതൽ നമ്മൾ കണ്ടതാണ്. നിരവധി ആളുകളാണ്, അത് ഈ നാട്ടിലുള്ള വളരെ സാധാരണക്കാരായ ആളുകളാണ് ശ്രീനിവാസനെ കാണാൻ വേണ്ടി രാവിലെ ഇവിടെ എത്തിയത്. അതേ ആൾക്കൂട്ടം തന്നെയാണ് വീണ്ടും ഈ വൈകുന്നേരം ഇവിടേക്ക് എത്തുകയും ചെയ്യുന്നത്. കുടുംബാംഗങ്ങൾക്ക് മാത്രമായി കുറച്ചു സമയമെന്ന് നേരത്തെ തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും എനിക്ക് തോന്നുന്നില്ല അതും അങ്ങനെ ഒരു അവസരം അത്തരം ഒരു മണിക്കൂർ അവർക്ക് കിട്ടുമെന്ന്. കാരണം അദ്ദേഹത്തെ കാണാൻ വേണ്ടി എത്തുന്നവർ ചലച്ചിത്ര പ്രവർത്തകരൊക്കെ നാടിൻ്റെ നാനാഭാഗത്തും, ഇപ്പോൾ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ സൗഹൃദ വലയമുള്ള വലിയ സൗഹൃദ വൃന്ദത്തിനുടമയാണ് ശ്രീനിവാസൻ. അതുകൊണ്ട് അദ്ദേഹത്തെ കാണാൻ എത്തുന്നവരെ ഒന്നും നിരാശരാക്കി മടക്കാൻ കഴിയില്ല. അദ്ദേഹത്തെ കാണാൻ പ്രിയപ്പെട്ടവരായ ആളുകൾ, അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ പലയിടത്തു നിന്നും വരികയാണ്. അപ്പോൾ അവർക്കൊക്കെ അന്തിമോപചാരം അർപ്പിക്കുന്നതിന് അവസരം ഒരുക്കുകയും വേണം. എന്തായാലും ഇപ്പോഴും വലിയ ആൾക്കൂട്ടം ആ വീടിന് മുന്നിലേക്ക് എത്തുന്നുണ്ട്. പുഷ്പചക്രങ്ങളും പൂച്ചെണ്ടുകളും ഒക്കെയായി അദ്ദേഹത്തെ കാണാൻ വേണ്ടി നാട്ടുകാരും എത്തുന്നുണ്ട്. നാട്ടുകാരുടെയും സഹപ്രവർത്തകരുടെയും സുഹൃത്തുക്കളുടെയും ഒക്കെ സ്നേഹവായ്പ ഏറ്റുവാങ്ങിയാണ് അദ്ദേഹം നമ്മളോട് വിട ചൊല്ലി മടങ്ങാനൊരുങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗ വാർത്ത അറിഞ്ഞതിന് തൊട്ടു പിന്നാലെ തന്നെ, അത് അങ്ങേറ്റം അപ്രതീക്ഷിതമായിരുന്നു. രാവിലെ നമ്മൾ നിൽക്കുന്ന വീട്ടിൽ നിന്നാണ് അദ്ദേഹം ആശുപത്രിയിലേക്ക് പോയത്. അദ്ദേഹം ആ സമയത്തൊക്കെ കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. പിന്നീട് അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എങ്കിലും വളരെ പെട്ടെന്ന് അദ്ദേഹം മരണത്തിലേക്ക് പോവുകയായിരുന്നു. ശ്രീ ടി എൻ പ്രതാപൻ അദ്ദേഹത്തെ അവസാനമായി കണ്ടിട്ട് പുറത്തേക്ക് വരികയാണ്. പ്രതാപേട്ട, ബന്ധുക്കളോടൊക്കെ എന്ത് പറയാനല്ലേ, നമ്മൾ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കും അല്ലേ? ഒന്നും പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ പറ്റാവുന്നൊരു സാഹചര്യമല്ല. ഒന്ന്, ശ്രീനേട്ടനൊരു പ്രത്യേകത, ശ്രീനേട്ടൻ സിനിമയിലും എഴുത്തും അഭിനയവും ഒക്കെ നടക്കുന്ന കാലത്തും ഭയങ്കരമായ ഫാമിലി സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളാണ്. അതനുഭവിച്ചിട്ടുള്ള കൂട്ടത്തിലാണ് ഞങ്ങളൊക്കെ. അദ്ദേഹത്തിൻ്റെ കുടുംബവുമായി വ്യക്തിപരമായി ബന്ധമുണ്ട്. അദ്ദേഹത്തിൻ്റെ ഹരിത സമൃദ്ധി പദ്ധതി ഞാൻ നേരത്തെ നാട്ടിൽ MLA ആയിരിക്കുമ്പോൾ എൻ്റെ നാട്ടിൽ നടപ്പിലാക്കിയതാണ്. നാട്ടിൽ നിന്ന് സ്ഥിരമായി അദ്ദേഹത്തിന് മുരിങ്ങക്കായും കൂർക്കയും, അവിടുത്തെ ഈ മലബാറിലെ ഈ പൂഴിമണലിൽ കൂർക്കയും മുരിങ്ങക്കായും അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ വീട്ടിലുള്ളപ്പോഴൊക്കെ അതെല്ലാം ഞങ്ങളെപ്പോലുള്ള ആളുകൾ വിളിച്ച് ചോദിക്കുകയും ചെയ്യും. ഇത്രമാത്രം ഫാമിലിയുമായി സെൻറ്റിമെൻറ്റ്സ് ഉള്ള ആളാണ്. ചേച്ചിയുടെ അടുത്തും മക്കളുടെ അടുത്തും നമുക്ക് ആർക്കും ഒരു ആശ്വാസം പറയാൻ പറ്റുന്ന രീതിയിലല്ല. അവർക്ക് ഭയങ്കരമായൊരു നഷ്ടത്തിൻ്റെ, തീർത്താൽ തീരാത്ത നഷ്ടത്തിൻ്റെ സങ്കടത്തിലാണ്. അടുത്ത ദിവസം അങ്ങനെ സംസാരിക്കാൻ പറ്റിയിരുന്നോ? ഞാൻ ഒരു 1.5 മാസം മുമ്പാണ് അദ്ദേഹവുമായി അവസാനമായി സംസാരിക്കാനിടയത്. പല സിനിമ ലൊക്കേഷന് വേണ്ടി സത്യേട്ടനും ശ്രീനേട്ടനും കഥ എഴുതുമ്പോൾ ആ കഥ എഴുതാനുള്ള സ്ഥലങ്ങൾ വരെ കൊടുങ്ങല്ലൂരും തൃശ്ശൂരും ഒക്കെ നമ്മളോടൊക്കെ വന്ന് വിളിച്ചു പറഞ്ഞ് ആവശ്യപ്പെട്ട് തയ്യാറായി കൊടുക്കും. അപ്പോൾ ഒരുപാട്, ഞാൻ നേരത്തെ കൊടുങ്ങല്ലൂർ നാട്ടിലൊക്കെ MLA ആയിരിക്കുമ്പോൾ നിരവധി പരിപാടികൾക്ക് നമ്മൾ വിളിച്ചാൽ ഒരു മടിയില്ലാതെ എല്ലാ പരിപാടികൾക്കും വരും. അത്രമാത്രം വ്യക്തിബന്ധം. ഈ വീട്ടിൽ എത്രയോ തവണ വന്നിട്ടുണ്ട്. ഇവിടെ വന്ന് അദ്ദേഹത്തിൻ്റെ കൂടെയും ചേച്ചിയുടെ കൂടെയും ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. എൻ്റെ വീട്ടിൽ വന്ന് അദ്ദേഹം താമസിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫാമിലി സെൻറ്റിമെൻറ്റ്സ്. അടുക്കുന്ന ആളുകൾക്ക് അദ്ദേഹം ഒരു സ്വന്തം ഒരു ബ്രദറിൻ്റെ ഫീലിംഗ് നമുക്കുണ്ടാക്കും. അങ്ങനത്തെ ഒരു തട്ടിപ്പും മത്തങ്ങയും ഞാടുകളൊന്നും കാണിക്കാത്ത ഒരു പച്ച മനുഷ്യൻ്റെ എല്ലാ പച്ചപ്പും ഹൃദയത്തിലുള്ള ആളാണ് ശ്രീനേട്ടൻ. അതുകൊണ്ട് കണ്ടിട്ട് പിരിഞ്ഞു പോകാൻ തോന്നാത്ത രീതിയിലുള്ള ഒരു മാനസികാവസ്ഥയിലാണ് ശ്രീനേട്ടൻ്റെ വീട്ടുപടിക്കൽ നിന്നും പുറത്തേക്ക് പോകുന്നത്.
അതാണ് അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ വിയോഗം എന്നത് അങ്ങേയറ്റം അപ്രതീക്ഷിതവും അവിശ്വസനീയവുമാണ്. ശ്രീ ടി എൻ പ്രതാപൻ സൂചിപ്പിച്ചതുപോലെ ഈ ദീർഘനാളായിട്ട് ഈ മേഖലയിലെയും കാർഷിക പ്രവർത്തനങ്ങൾ, പരിസ്ഥിതി പ്രവർത്തനങ്ങൾ, ജൈവ കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൊക്കെ അങ്ങേയറ്റം വ്യാപൃതനായിരുന്നു. ഒരു ഘട്ടത്തിൽ സിനിമയിൽ നിന്നൊക്കെ കുറച്ച് മാറി നിന്ന് ഇത്തരം കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധ ചെലുത്തുന്ന ഒരാളായി നമ്മൾ ശ്രീനിവാസനെ കുറേ കാലം കാണുകയും ചെയ്തു. അത്തരം ചർച്ചകളും അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടി സർക്കാർ ചുമതലപ്പെടുത്തിയാൽ അത് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് ഒരു അഭിമുഖത്തിൽ ശ്രീനിവാസൻ തന്നെ പറയുകയും ചെയ്തിരുന്നു. അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ബാക്കിയുള്ള സമയം മാറ്റിവെക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം അറിയിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ആ തരത്തിലുള്ള വലിയ സൗഹൃദ ബന്ധവും ശ്രീനിവാസനുണ്ട്. ഇപ്പോൾ ടി എൻ പ്രതാപനെ പോലുള്ളവരൊക്കെ ആ നിലയിൽ അത്തരം സൗഹൃദ വലയത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ്. അങ്ങനെ ഈ അടുത്ത സുഹൃത്തുക്കൾക്കും സ്നേഹിതർക്കും ഒന്നും ഇപ്പോഴും അതിനോട് പൊരുത്തപ്പെടാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങേറ്റം അവിശ്വസനീയം എന്നതാണ് അവരൊക്കെ പറയുന്നത്. അപ്പോൾ എങ്ങനെ ബന്ധുക്കളെ ആശ്വസിപ്പിക്കും, അവരോട് എന്തു പറയും എന്നൊന്നും അറിയാതെ വിഷമിക്കുന്നവരെയും നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. എന്തായാലും ആ വിയോഗ വാർത്ത വന്ന് ഇത്രയും മണിക്കൂറായി. നമ്മൾ ഇനി അതിനോട് പൊരുത്തപ്പെട്ടേ മതിയാവൂ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.